ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ നമ്മുടെ സഭാക്ക് ഇവിടെയുണ്ട്. ഏതായാലും സഭാഗ്യമായിട്ട് ഞാൻ മൈക്ക് കൈമാറുകയാണ്. കുഞ്ഞാപ്പും കോയം ആദ്യമായിട്ടാണ് വേങ്ങരയിൽ ഇങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഏതായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൗണ്ടും പാർക്കൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞാപ്പ് വന്നിക്കണ്ടേ, കുഞ്ഞാപ്പ് കോയം വന്നിക്കണ്ടേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ഓരോ ശല്യം ചെയ്യരുത് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? കുഞ്ഞാപ്പിന്റെ ഒപ്പം പാടുക, കുഞ്ഞാപ്പിന്റെ പാടുക, അതന്നെയാണല്ലേ കേട്ടാ. നിങ്ങളെ കുഞ്ഞാപ്പും കോയാക്കും ഉണ്ട് കേട്ടോ. ശരി തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പൊ ഈ എനർജിയിൽ തന്നെ അങ്ങോട്ട് നിൽക്കട്ടെ അല്ലല്ലേ? എന്റെ ഒപ്പം പാടുവോ? ഉറപ്പോ? കൊമ്പക്കാട് പോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടേണ്, കൊമ്പത്തിരുന്ന് പാടേണ്, കൊമ്പത്തിരുന്ന് പാടേണ്, പാടേണ്. മതി 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 കഴിഞ്ഞോ? അങ്ങനെ പുറത്തം കൂടെ പോകും. ഈശ്വര മാത്രം കഴിഞ്ഞോ? കൊമ്പങ്കാട് തറവാട്ട് ഈശ്വരോ? അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഹലോ, സൈനിനെ കൊണ്ടിട്ടില്ല പുട്ടല്ലേ? ഹലോ, കുറച്ച് ഡീല കട്ടിയടാ. എന്തായാലും നമ്മൾ ഐസ്ക്രീം ഷോപ്പിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും ഷോപ്പ് അതുപോലെ നമ്മുടെ പോപ്കോണിന്റെ ഷോപ്പ് രണ്ടും ഇന്ന് നമുക്കായിട്ട് എല്ലാ ഷോപ്പിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച വേങ്ങരയുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. അതിന് ആദ്യം തന്നെ നമ്മള് സഭാക്കാരനോട് ഒരു നന്ദി പറയാണ്. കാരണം ഇത്രത്തോളം ജനങ്ങള് ഇത്ര ക്രൗഡ് ഉണ്ടാവും എന്നുള്ളത്, നമ്മളെ സ്നേഹിക്കുന്ന ചങ്കൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. കൊമ്പങ്കാട് കോയ അസ്സലാമു അലൈക്കും. സൗണ്ട് എടുത്ത് നോക്കിപ്പോയി. ഈ ചായ സലാമടക്കൽ ഞാൻ കേട്ടിട്ടില്ല. വേദിയിൽ നിൽക്കുന്ന വേദക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്ത് നിൽക്കുന്ന മധ്യശോ അല്ല അല്പശേഷോ, എല്ലാരും വന്നിക്കോ. അപ്പൊ അടിച്ചു പൊളിക്കല്ലേ, പൊളിക്കല്ലേ. അതാണ് തുടങ്ങിയാലോ? തുടങ്ങാം. ഞാൻ ഒന്നാൾക്ക് കൊടുത്താലോ? അയ്യോ വേണ്ട, വേദന മെല്ലെ മെല്ലെ ചെറിയൊരു പൊട്ടിച്ചത്, വേദന ഇല്ലാത്തത്. വേദന ഉണ്ടാവില്ല, ചെറുതായിട്ട് വേണ്ടേ? ഒരു ചെറിയ പൊട്ടിച്ചാലൊന്ന് കൊടുത്താലോ? നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അടി വേണ്ടേ? നിങ്ങൾക്ക് എന്നാ നല്ല ഇഷ്ടം? എനിക്ക് കൊള്ളണ ഇഷ്ടം, കാര്യമില്ല, കിട്ടാതെ കിട്ടും തന്നെ. ചെറുതായിട്ട് എന്താ അല്ല ഒറ്റ ചെറുതായിട്ട് വേദന അതൊന്നും. ഞാനെന്താ ന്യൂ ഇയർ ആയിട്ട് തല്ലൊന്നും കൊണ്ടില്ല. അല്ലല്ല 2025 ഫസ്റ്റ് അടി അത് ലൈവായിട്ട് ഈ കണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ വീഡിയോയിലല്ലേ തല്ലിട്ടുള്ളൂ. ഇവിടെ നിന്ന് കൊടുത്തു. അല്ല കോയക്ക നിങ്ങള് യേസമരിന്റെ ഇടയിൽ തല്ലാൻ പാടില്ല. അത് നോക്കിയിട്ട് കാര്യമില്ല. തല്ലണ്ടേ, തല്ലെന്നുള്ളത് കയ്യൊന്നിച്ചാണി പടച്ച തമ്പുരാണ്. ഈ ആൾക്കാർക്ക് മുഴുവൻ കയ്യോ കേട്ടോ തല്ലണം തന്നെയാണ്. തല്ലണ്ടെന്നുള്ളൊരു കാലൊന്നിച്ചാണി കാലൊന്നിച്ച് ഒരാൾ മാത്രമേ ഉള്ളൂ. വേണ്ട ഞാൻ വെറുതെ തല്ലു. നിങ്ങൾക്കേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മണിച്ചിത്രത്താഴിലെ നാഗവല്ലിനാണോ ഇഷ്ടം, കൊമ്പങ്കാട് തറവാട്ടിലെ ജാൻമണിനാണോ ഇഷ്ടം? ഏത് കലാപമണിയോ? നൈത്ത ഡയലോഗ് കൂടെ ആയാലടി. അതെ, ഡയലോഗ് കൂടി ആണെങ്കിലും കിട്ടാനുള്ള കിട്ടും. മൂന്ന് കൊടുക്കല്ലേ? ഉണ്ടോ? നല്ല തെറുപ്പതിലാണ്. തുടങ്ങല്ലേ? അടിച്ചാലോ? പൊട്ടിച്ചിട്ടോ? യാരത്? കൊമ്പങ്കാട് കോയ വാതിലോർക്കേ. ഇന്നക്ക് വെള്ളിയാഴ്ച അതന്നെ പറഞ്ഞു, വാതിലോർക്കേന്ന്. ജുമാക്കോ നേരായി. ഉന്നെ കൊന്ന് അന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. എന്റെ ഉമ്മ കുത്തുപുല സുൽസ് വിചാരിച്ച് നടന്നില്ല. പിന്നെ ലച്ചു എനിക്ക് പോണം, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. കുഴപ്പമില്ല, നല്ലൊരു കൈ അടിച്ചാണ്.
അന്റെ ജോയി എന്ത് തീർപ്പതിന്റെ ആൾക്കാർ എന്റെ ഒരു പല്ലിന്റെ കണ്ട അങ്ങോട്ട് പോകുന്നു. ലബീബ വന്നില്ല. ലബീബ് ചെയ്തത് തിരിച്ചോടുക്കേ എന്താണ് ഇപ്പൊ ചീന തല്ലാൻ പാടില്ലല്ലോ എന്നാ നീർക്കോലി വീരന് തല്ലാൻ പറ്റൂലേ? ഒന്നട് തന്നാലോ? തവളെ ഞാൻ കണ്ണും ചുല്ലും ഒന്നട് തന്നാലോ? വേണ്ടേ ഞാൻ എന്റെ ചങ്ങായി അല്ല ചവളെ. മോശല്ലേ കൊമ്പകാട് തറവാട്ടിൽ ഒരു മോശമല്ല, എന്റെ കുൽസന്റെ കെട്ടിയോളല്ലേ. ഞാൻ ഒന്നട് തന്നാലോ തവളെ? വേണ്ടല്ലോ കൊടുക്കട്ടെ കൊടുക്കണമെന്നുള്ളവരൊക്കെ കൈ വന്നിച്ചോളി. കാണണോ തവളെ ഇങ്ങോട്ട് കൊടുക്കട്ടെ. എടാ ഇത് വീഡിയോയിൽ ഇല്ലാത്ത അടിയാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.